ജീരകം, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ കഴുകി വൃത്തിയാക്കിയ കഷ്ണം. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ കഴുകി വൃത്തിയാക്കിയ കഷ്ണങ്ങൾ, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, തൈര്, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. പാത്രം സ്റ്റൗ ഓണാക്കി പാത്രം തീ വെക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം വെക്കുക. ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പാത്രത്തിൽ ചുറ്റുപോൾ വെളിച്ചെണ്ണ എത്തുന്ന രീതിയിൽ വഴറ്റുക. തുറന്ന് കഴുകി വൃത്തിയാക്കിയ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. നന്നായി ഇളക്കുക. മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി എവിടെ 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 ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി. സദ്യവട്ടത്തിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിലായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. സദ്യക്കൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുറച്ച് അടക്കുമ്പോൾ കുറച്ച് കുറയും, അളവ് കുറച്ച് ഒതുങ്ങി കിട്ടും. ചൂടായി കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഞാനിവിടെ പൊടിയപ്പോൾ ഉപയോഗിച്ചത് കല്ലുപ്പം ഉപയോഗിക്കാവുന്നത്. അതിനുശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. തുറന്ന് മൂടി പാത്രം മൂടി വെക്കുക. 3 മിനിറ്റുകൾ ശേഷം നമ്മളിത് വീണ്ടും തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞങ്ങളിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. വെള്ളം ഒഴിക്കാതെയാണ് ഇത്രയും നമ്മൾ ചെയ്യുന്നത്. വീണ്ടും പാത്രം മൂടി കൊടുക്കുക. ഇതിനോടൊപ്പം 2 കറിവേപ്പില ഇതിലേക്ക് ഇടുക. തുടർന്ന് പാത്രം മൂടി കൊടുക്കുക. ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്ത് മൂടി വെക്കുക. ഈ സമയം ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി,
പകുതി തേങ്ങ, അരക്കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെക്കുക. കുറച്ചെടുത്തോ, കുറച്ചെടുത്തോ. വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഒതുക്കിയെടുക്കുക. മിക്സിയുടെ മൂടി ഇല്ല. ഓക്കെ, പിടിക്കും, മോള് പിടിച്ചോണോ? അത് തോന്നുന്നത് അത് കാണിക്കും. ഈ പരുവത്തിലേക്ക് ഒതുക്കിയെടുത്താൽ മതി. ഒന്നുകൂടി ഇളക്കുക. തുടർന്ന് ഇതിലേക്ക് തൈര് ഒഴിക്കുക. തൈര് മുക്കാൽ ഭാഗത്ത് കേട്ടോ. നമ്മളിതിന് 350 ഗ്രാം തൈരാണ് വയ്ക്കുന്നത്. 1/2 കിലോയിൽ താഴെ മാത്രമേ പച്ചക്കറി ഉള്ളൂ. അതിന് 350 ഗ്രാം തൈര് വയ്ക്കുന്നു. ഉപ്പിട്ട് ഇപ്പോൾ 400 ഉണ്ടാക്കി. ഓക്കെ, ഇത്രയും തൈരാണ് വയ്ക്കുന്നത്. ഇത് മൂടി വെക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും മൂടി തുറന്ന് അതിലേക്ക് ചതച്ച ഈ തേങ്ങയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. അത് ചേർത്ത് ഒരു കറിവേപ്പില കൂടി ഇടുന്നു. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന് അവിയൻ്റെ ഒരു മണം വന്നില്ലേ അല്ലേ? 10 മിനിറ്റ് ശേഷം മൂടി വെക്കുക. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങൾ അത്യാവശ്യം വെന്തിരിക്കുന്നു. ഇനി തൈരിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടുക. അതിന് നല്ല മണം എടുക്കുന്നുണ്ട്. മൂടി വെക്കുക. ഇതൊന്ന് നന്നായി വന്നിട്ടുണ്ട്. വളരെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇളക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ വേർത്ത് നിൽക്കണം. അതിൻ്റെ പ്രത്യേകത അതാണ്. അതിനുശേഷം മാറ്റിവെച്ച തേങ്ങയിൽ ബാക്കിയുള്ളത് ഇത് വിതറി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. വളരെ നല്ല ടേസ്റ്റിയായി അധികം റെഡിയായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് തൂക്കി കൊടുക്കുക. വളരെ കുറച്ച് മാത്രം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. പാത്രം മൂടി വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം സെർവ് ചെയ്യാവുന്നത്. കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞങ്ങൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വളരെ മനോഹരമായ അവിയൽ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് നോക്കുക. ടേസ്റ്റ് ഉണ്ടെന്ന് പറയുക. ഞങ്ങൾ ടേസ്റ്റ് നോക്ക്. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ടേസ്റ്റ് നോക്ക്. ഞങ്ങൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ടേസ്റ്റ് നോക്ക് രാജീവോ. എങ്ങനെയുണ്ട് രാജീവോ? സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അതെ, വ്യത്യസ്തമായ ഒരു അവിയലാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം കൂട്ടാതെയുള്ളതാണ്. വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ.
സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.